ഗേയ്സ്, എൻലെസ് ജേണി ബദീവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ വീണ്ടും നമ്മുടെ പാലം പണിയുടെ അപ്ഡേഷൻസിലോട്ടാണ് വന്നിരിക്കുന്നത്. സത്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് കേട്ടോ പണികൾ. കണ്ടില്ലേ, ഇവിടെ ഞാനിപ്പോ നമ്മുടെ പോലീസ് ക്വാർട്ടേഴ്സ് റോഡിന്റെ അവിടെയുള്ള, അതായത് നമ്മുടെ വീടിന്റെ നേരെ മുകളിലുള്ള പാലത്തിന്റെ അവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ പണിയും അപ്പുറത്തെ സ്റ്റുഡിയോ റോഡിലെ പാലത്തിന്റെയും പണികൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. സത്യത്തില് ഇപ്പൊ നമുക്ക് രണ്ട് പാലം പണി ഏകദേശം ഒരേ സമയം കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു പൊതുവിലൊരു സ്ട്രക്ചർ കേട്ടോ. രണ്ട് മൂന്ന് പാലം പണി നമുക്ക് ഒരുമിച്ച് കാണാം. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ, ഇവിടെ തന്നെ ഏകദേശം പ്രാവച്ചമ്പലത്തുനിന്ന് അരിക്കടമുക്കിന് പോകുന്ന വഴിക്ക് ഒരു പാലം, അതുകൂടാതെ നമ്മുടെ പോലീസ് ക്വാർട്ടേഴ്സ് റോഡിന്റെ അവിടെ നിന്ന് വരുന്ന നമ്മുടെ വീടിന്റെ അവിടോട്ടുള്ള ഒരു പാലം, പിന്നെ സ്റ്റുഡിയോ റോഡിന്റെ അവിടെ കൂടെയുള്ള വേറൊരു പാലം, അങ്ങനെ 3 പാലം പണികൾ ഏകദേശം ഒരുപോലെ കാണാൻ പറ്റും. സത്യത്തിൽ ഈ റെയിൽവേയുടെ വികസനമൊക്കെ വരുന്ന സമയത്ത് മാത്രമല്ലേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും ഇതെന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നായാലും നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ മുതലാക്കണ്ടേ. ഇത് കണ്ടില്ലേ, ഇവിടെ കമ്പികളൊക്കെ ഇട്ട്, സത്യത്തില് അപ്പുറത്തെ പാലം പണി നടന്ന സമയത്ത് ഇതുപോലെ കമ്പികൾ വെച്ച് പില്ലറയില് മുകളിലോട്ട് കയറി വന്നായിരുന്നു. പക്ഷെ അതിന് ഓരോ പില്ലറായിട്ട് പില്ലർ അടിച്ചിട്ട് വീണ്ടും കെട്ടിക്കേറുന്നത് ഓരോ തൂണിലായിട്ടായിരുന്നു കെട്ടിക്കേറിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇങ്ങനെ ചതുരത്തില് ഭയങ്കര കോൺക്രീറ്റായി ഇവിടെ വരുന്നത്. അവിടെയും അങ്ങനെ തന്നെ വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവിടെ കണ്ടില്ലേ, എന്തൊക്കെയോ മിഷനൊക്കെ വെച്ച് അളവും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പഴയ പാലം. ഈ സംഭവം മിക്കവാറും പൊളിച്ചു കളയും, കാരണം അത്രയും വീതി ഇങ്ങോട്ട് കൂടണ്ടേ. അങ്ങോട്ടും ഇങ്ങോട്ടും വീതി എടുക്കുമെന്നാ തോന്നുന്നത്. ആ രീതിയിലാണ് ഇതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ പൊക്കോണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ അപ്പുറത്തെ സൈഡിലോട്ട് പോയി നോക്കണം. അവിടെയും ഇത്രയും തന്നെ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റുമല്ലോ. എൻ്റെ അമ്മയെ, എത്ര കിലോ കമ്പികളാണ് ഇതിന് മുകളിൽ കയറിയിരിക്കുന്നത് കേട്ടോ. ഇനി എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ചിലപ്പം കോൺക്രീറ്റ് ഇറക്കുമായിരിക്കും കേട്ടോ. കോൺക്രീറ്റ് ഇങ്ങനെ ഇറക്കി അപ്പൊ എന്തുമാത്രം കോൺക്രീറ്റ് വേണ്ടി വരുവേ. ഓപ്പോ, ഇത് കണ്ടില്ലേ, ചുറ്റിനും ഇങ്ങനെ ഒരു എന്താണ് ഈ ഷീറ്റുകൾ കൊണ്ട് ഇങ്ങനെ അടുക്കി, അതിന് നടുക്കായിട്ട് മേപ്പോട്ട് വരാനായിട്ട് കമ്പികൾ ഇതാ ഇങ്ങനെ മേപ്പോട്ട് ഉയർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനിടയ്ക്കായിട്ട് ഇതാ ഇങ്ങനെ കമ്പികൾ കൊണ്ട് ക്രോസ് കെട്ടിയിട്ട് വെൽഡ് ചെയ്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പരിപാടികൾ. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കിതിന്റെ പൂർണ്ണ രൂപം മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും കൃത്യമായിട്ട് ഞാൻ വീഡിയോ എടുത്തിരിക്കും. കാരണം പാലം പണിയുടെ അപ്ഡേഷൻ എന്ന് പറയുന്നത് എനിക്കും കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. എനിക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മാത്രമല്ല, നമുക്ക് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം ഇനിയുള്ള കാലങ്ങളിലേ ഇങ്ങനത്തെ പാലം പണിയൊക്കെ ഇനി വരണമെങ്കിൽ എത്രയോ വർഷങ്ങൾ എടുക്കും ഇല്ലേ. ചിലപ്പോൾ ഒരു 2-3 തലമുറ കഴിഞ്ഞിട്ടായിരിക്കും ഇനി ഇതുപോലൊരു പാലം പണി നടക്കുന്നത്. അപ്പൊ എന്തായാലും ഇതുപോലെ കിട്ടുന്ന സമയത്ത് വീഡിയോ എടുത്ത് വെച്ചിരുന്നാലേ അടുത്ത പാലം പണി വരുമ്പോഴും നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. നമുക്ക് എന്തായാലും ഇനി നേരെ അപ്പുറത്തെ സൈഡിലെ പാലത്തിന്റെ ആ തൂണുകളുടെ ഇമ്പ്രൂവ്മെന്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ഇവിടെ ഏതാണ്ട് എന്തൊക്കെയോ സാധനം വെച്ച് ഇങ്ങനെ അളവും കാര്യങ്ങളും, എനിക്കൊന്ന് ആ ലെവല് നോക്കുന്നതായിരിക്കും കേട്ടോ. സ്ട്രെയിറ്റ് പിടിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങ് ദൂരെയാ റെയിൽവേ സ്റ്റേഷൻ. ഓ, ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയും കണ്ടില്ലേ, ഇവിടെയും കമ്പികളൊക്കെ ഇട്ടെല്ലാം കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഭാഗത്തോട്ടെ ഇതുവഴിയൊക്കെ പോകുമെങ്കിലും ഈ ഭാഗത്തോട്ട് ശ്രദ്ധിച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ ആളും പേരും ഒക്കെ നിൽക്കുന്ന കണ്ടോണ്ട് എന്തുവാന്നൊന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കിയതാ. ഇവിടെ ഒരു ചെറിയ വിഷയമുള്ളത് ഗേസ്, ദാണ്ടേ നല്ല കുഴിയാണ് കേട്ടോ. അയ്യോ, ഇത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ അങ്ങോട്ട് നടന്നു പോകാനുള്ള വഴിയാണ് അത്. പക്ഷെ ഇവര് ഏതോ ഒരു പലകയും അതുപോലെ തന്നെ ഒരു ഇരുമ്പ് കഷ്ണം ഇങ്ങനെ തിരിച്ചിട്ടിരിക്കുക. അയ്യോ, ഇതിനടിയിൽ ഒരു മനുഷ്യൻ കയറിയിരിക്കുന്നു. എന്റെ അമ്മോ, കൊട്ട വെയിലാ കേട്ടോ ഇവിടെ. അതുകൊണ്ടാ ആശാൻ അങ്ങോട്ട് കയറിയിരിക്കുന്നത്. ദാണ്ട് ഇവിടെ കണ്ടില്ലേ വേറൊരു കാര്യം. ഇത് ശരിക്കും നമ്മള് സ്റ്റുഡിയോ റോഡിൽ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ തൂക്കായിട്ട് നിർത്തിയിട്ടില്ലായിരുന്നു. അപ്പൊ പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാ ഈ പാലത്തിന്റെ സ്ട്രക്ചർ കേട്ടോ. ഓ, അവിടെ ഒരു 4 ഇരുമ്പിന്റെ സാധനങ്ങള് ഇങ്ങനെ തൂക്കായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ പണിഞ്ഞ് ഇത്രയും മേപ്പോട്ട് വന്നിട്ട്
അത് കൊണ്ടുവന്ന് ഇതിൻ്റെ മുകളിൽ ക്രെയിനൊക്കെ വെച്ച് സ്ഥാപിക്കും. എന്നിട്ട് അതിന് മുകളിലാണ് പിന്നെ വേറൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ശരിക്കും എന്നാണ് ഇതിൻ്റെ തോന്നുന്നത്. കണ്ടില്ലേ, പണ്ടത്തെ പണി ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നമ്മളിപ്പോൾ അപ്പുറത്തെ കുഴിയുടെ അത്രയും പിന്നെ ആഴമില്ല ഇപ്പുറത്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇനി ഇതുവഴി സ്റ്റുഡിയോ റോഡിലെ പാലം ഒന്ന് കാണാൻ പോകാം. അതാണ് കണ്ടോ, ഇവിടെ കംപ്ലീറ്റ് സൈഡ് വോളെല്ലാം കെട്ടുക കേട്ടോ ഇവര്. അടിപൊളി. ഇത് കണ്ടില്ലേ, ആ മണ്ണ് ഇങ്ങോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ചതുപോലല്ല സംഭവം. മുകളിലോട്ട് കമ്പി അടിച്ച് ഈ പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കല്ലൊക്കെ അടിക്കുകയായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ അയ്യോ, ഇവിടെ നല്ല ചൂടാണേ, അന്യായ കൊട്ട വെയിലാണ് കേട്ടോ ഇവിടെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും പിന്നെ പ്ലേറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ മേപ്പോട്ട് വെച്ചിട്ട് തന്നെ കണ്ടില്ലേ, അടി കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഇനി അങ്ങ് മോള് വരെ കോൺക്രീറ്റ് ചെയ്യാനായിരിക്കും കേട്ടോ. കൊള്ളാം കേട്ടോ, ഈ പരിപാടിയായി എളുപ്പം. അത് തന്നെയല്ല, എനിക്കൊന്ന് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും കേട്ടോ. കല്ല് വെച്ച് കെട്ടുന്നതിനേക്കാൾ സ്ട്രോങ് ആയിരിക്കും. അത് തന്നെയല്ല, അവർ ഇതിനിടയ്ക്ക് കുറച്ച് സ്പേസ് വിട്ടിട്ടുമുണ്ട്. ഇനി അവിടെ മണ്ണ് ഫില്ല് ചെയ്യുമെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മളിവിടെ നിന്നപ്പോൾ തന്നെ ഒരു ട്രെയിന് ഈ ഒരു പാഞ്ഞു പോയി. അതും കൂടെ ഒന്ന് കാണുന്ന ഒരു ഭംഗിയില്ല. ഇത് ശരിക്കും നാഗർകോവിലിൽ നിന്ന് ജമ്മു താവി എന്നാണ് എഴുതിയേക്കുന്നത്. ജമ്മു കാശ്മീർ വരെ പോകും. അത് ഈ സ്പീഡിൽ പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് അത് എഴുതി വെച്ചിരിക്കുന്നത് എന്തൊന്നും കാണാനും പറ്റത്തില്ല. പോട്ടെ, നമുക്കെന്തായാലും പണിയുടെ വിശേഷങ്ങൾ ഒന്ന് കാണാം. എനിക്കൊന്ന് അടുത്ത ലെയറിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ കമ്പിയൊക്കെ കെട്ടുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെ പർപ്പസാണ് ഇവിടെ വരുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചറിയണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ട്രെയിനുകൾ വാഷ് ചെയ്യാനും മറ്റ് പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിനൊക്കെയുള്ള ഒരുപാട് സംഗതികൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ചിലതൊക്കെ ഇവിടൊക്കെ ആയിരിക്കും വരുന്നത്, ഇല്ലേ? അങ്ങ് സ്റ്റേഷൻ വരെ പോകത്തില്ലായിരിക്കും. എൻ്റെ പൊന്നോ, അതുകൊണ്ട് അങ്ങ് വരെയും കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ആ റെയിൽവേയുടെ അതിർത്തി കറക്റ്റായിട്ട് അവർ കോൺക്രീറ്റ് ചെയ്ത് കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് ദൂരെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേ കേട്ടോ. കൊട്ട വെയിലെന്നും പറഞ്ഞ പോരാ, കൊട്ട വെയിൽ. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഒരു തോട് പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്കായിട്ട് ഇവിടെ കണ്ടില്ലേ, JCB വെച്ചിട്ട് ഈ കോൺക്രീറ്റിൻ്റെ ഒരു മിക്സർ മിഷൻ്റെ ഒരു ഭാഗം, ഒരു പോർഷൻ അതിങ്ങനെ അത് തൂക്കിയിട്ടിരിക്കുക കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് അതും കൂടെ ഒരു രസമായിട്ട് തോന്നി. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ റെയിൽവേ പാളത്തിന് പാരലായിട്ട് തന്നെ ഇപ്പുറത്തും പാളം വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ഇത് മൊത്തം മണ്ണ് ഫില്ല് ചെയ്ത് കെട്ടിയൊക്കെ ഇട്ടിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് സ്റ്റുഡിയോ റോഡിൻ്റെ അവിടുത്തെ പാലം പണി ഒന്ന് കാണാം. ഞാനേ ഒരു കാര്യം പറയാം. അതിപ്പോഴല്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം. വേണ്ട, ഇവിടെ സത്യം പറഞ്ഞാൽ മറ്റിടത്തേനേക്കാളിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കണ്ടോ. നമ്മൾ അവിടെ വെച്ച് കണ്ടില്ലേ, താഴെ ഒരു ക്രോസായിട്ടൊരു സാധനം കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇപ്പം കൊണ്ടുവന്ന് ക്രോസായിട്ട് ഇവിടെ വെച്ചിട്ട് അതിന് മുകളിൽ ഏകദേശം കോൺക്രീറ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പിന്നെ കൈവരികൾ കെട്ടാനുള്ള കമ്പികൾ വരെ മേപ്പോട്ട് അവർ റെഡിയാക്കിയിട്ടിട്ടുണ്ട്. ഈ സത്യം പറഞ്ഞാൽ ഈ സ്റ്റുഡിയോ റോഡിൽ ഒരു റോഡുണ്ട് ഓൾറെഡി. നമുക്ക് അവിടെ പോലീസ് ക്വാർട്ടേഴ്സ് റോഡിൻ്റെ അവിടെ ശരിക്കും പറഞ്ഞാൽ റോഡില്ല. സത്യത്തിൽ ഇവന്മാരാദ്യം അവിടുത്തെ പണി തീർത്തേച്ച് ഇവിടുത്തെ പണി തീർത്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. നമുക്കെന്നല്ല, ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതൽ ഈസി എന്ന് പറഞ്ഞാൽ, കാരണം ഇവിടെ ഓൾറെഡി റോഡുണ്ട്. അതിന് പാരലായിട്ട് ഈ പാലം പൊളിക്കാതെ തന്നെയാണ് ഇവിടെ മറ്റേ പാലം വരുന്നത്, പുതിയ പാലം വരുന്നത്. അപ്പോൾ മറ്റേടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒന്ന് പണിഞ്ഞ് ആ റോഡൊന്ന് ഈസി ആക്കിയിട്ട് വേണ്ടായിരുന്നോ ഇവന്മാർക്ക് ഇവിടുത്തെ പണി തുടങ്ങാൻ? ഇവിടുത്തെ പണി ഇവന്മാർ കണ്ട ആദ്യം സ്പീഡിൽ തീർക്കുക. ഇതിൻ്റെ പുറകെയാണ് അവിടുത്തെ പണി തീർക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് തീർക്കേണ്ടത് അപ്പുറത്തെ പണിയായിരുന്നു. കണ്ടോ, ഇവിടെ നല്ലൊരു റോഡുണ്ട്, വേറെ ഒരു ശല്യവും ഇല്ല. ഇവിടുത്തെ പണി ഇത്തിരി പതുക്കെ തീർത്താലും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് ഒരു കാര്യമുള്ളത്, ഈ പാലം പൊളിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഈ പഴയ പാലം. കാരണം ഈ പാലം കൂടെ ഉണ്ടായിരുന്നെങ്കിലേ നമുക്ക് കുറച്ചുകൂടെ ട്രാഫിക് ഈസി ആയേനെ. കാരണം ഇങ്ങോട്ട് വരുന്ന വണ്ടികൾക്ക് ഇതുവഴിയും വരാം, അങ്ങോട്ട് പോകുന്ന വണ്ടികൾ അപ്പുറത്തൂടെ ആക്കാം.
അല്ല കേട്ടോ, അല്ല, ഈ സംഭവം പൊളിക്കും കേട്ടോ. കാരണം എന്തെന്നറിയാമോ, ഈ പാലത്തെക്കാളിലും കുറച്ചുകൂടെ നീളത്തിലാണ് മറ്റേ പാലം. കാരണം അടിപൊളി കേട്ടോ. ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു എൻഡ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റി. ഗോ സ്ലോ, വർക്ക് ഇൻ പ്രോഗ്രസ്. അയ്യോ എൻ്റെ മൂ. ഇവിടെ കണ്ടില്ലേ, ഇതിൻ്റെ ബാലൻസ് ആയിട്ട് ഇങ്ങോട്ട് കമ്പികളൊക്കെ നീട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളി. അത് കയറ്റി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, 1 2 3 4 ലെയറാണ് ആ സംഭവം ക്രോസ് ആയിട്ട് ഇങ്ങനെ പോയിരിക്കുന്ന സാധനം. 1 2 3 4 ലെയർ. എന്നിട്ട് അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് കോൺക്രീറ്റ് ചെയ്ത് എല്ലാം കൃത്യമായിട്ട് റെഡിയാക്കിയിട്ടിരിക്കുക. പിന്നെ കൈവരിയുടെ അവിടെ കമ്പികളും വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ പാലം പൊളിക്കും. കാരണം എന്താണ്ട് ഇവിടെ മണ്ണെടുത്തുകൊണ്ടിരിക്കുക. കാരണം ഈ മണ്ണെടുത്തിട്ട് ഇതുവഴി ആയിരിക്കും റെയിൽവേയുടെ സെക്കൻഡ് ലൈൻ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പഴയ പാലം പൊളിക്കാതിരിക്കാൻ പറ്റത്തില്ല, സ്റ്റുഡിയോ റോഡിൻ്റെ അവിടുത്തെ. അപ്പോൾ എന്തായാലും ഈ പാലത്തിന് അത്രയും വീതിയുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ ഇതാദ്യം റെഡിയാക്കി ഇതുവഴിയുള്ള ഗതാഗത സൗകര്യം ഒരുക്കിയതിന് ശേഷമായിരിക്കും അപ്പുറം പൊളിക്കുന്നത്. ദാണ്ട് ഇവിടെയും നമ്മുടെ അവിടെ കണ്ടോ മതിലൊക്കെ കെട്ടുന്നുണ്ട് കേട്ടോ. ആ ഭിത്തി ഇനി ഇവിടെയും ഭിത്തികൾ വരുന്നുണ്ട്, സൈഡ് വാള്. അത് ഇതുപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്തായാലും അടിപൊളി പണിയാണ് കേട്ടോ, ഒന്നും പറയണ്ട. കണ്ടോ ഇത്രയും മണ്ണിനിയും ഈ പാലമെല്ലാം വന്ന് എല്ലാം റെഡിയായി കഴിയുമ്പോൾ ഇത്രയും മണ്ണിനി അങ്ങോട്ട് എടുക്കും. കണ്ടോ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത് പോലെ ആ ഭാഗത്തോട്ടുള്ള മണ്ണിനി എടുക്കാനുണ്ട്. അടിപൊളി. എൻ്റെ പൊന്നു, ഒന്നും പറയാനില്ല. കണ്ടോ, ഇത്തരം കാഴ്ചകളൊക്കെ നമുക്ക് ജീവിതത്തിൽ അപൂർവമായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു പണി ഇനി നമുക്ക് ഭാവിയിൽ കാണാൻ പറ്റത്തില്ല. ഇവിടെ കണ്ടോ ഒരു ഭയങ്കരനൊരു കേബിൾ റോള് കേട്ടോ. ഇതിനടിയിൽ കൂടെയൊക്കെ കേബിളുകൾ വലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണെന്ന് തോന്നുന്നത്. കണ്ട, അടിപൊളി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റോഡിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കണ്ടല്ലോ. റോഡിൻ്റെ മാത്രമല്ല, പാലത്തിൻ്റെ. ഇതിനി എന്ന് റെഡിയാവുമോ എന്തോ. അപ്പോൾ ഇവിടെ വെച്ച് എൻ്റെ വീഡിയോ ഇന്നത്തെ നിർത്തുന്നു. എല്ലാവർക്കും ബൈ.